ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെളിയങ്കോട് നിറച്ചിട്ടുണ്ടല്ലോ, അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം 4-4:30 ആകുമ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനും ഷെയറയും മക്കളുമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്ക് ഓൾറെഡി ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ തന്നെ റോട്ടിലൊക്കെ അത്യാവശ്യം തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രാഫിക് ജാമൊക്കെ ചെറുതായ രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമാണല്ലോ, പിന്നെ നന്നായിട്ട് ട്രാഫിക് ജാമും നല്ല തിരക്കും ആവണമെങ്കിൽ രാത്രി ആവണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നേർച്ചക്കൊക്കെ പോയാൽ രാത്രിയാണ് കാണാനൊക്കെ രസം. ആനയും കാഴ്ചയൊക്കെ ഉണ്ടാവുക രാത്രിയാണ്. പകൽ ജസ്റ്റ് ആൾക്കാരെങ്ങനെ കാണാമെന്നല്ലാതെ അങ്ങനെ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ഞങ്ങൾ ഷെയറാടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നേർച്ചയായിട്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളും വലിയവരൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ നേർച്ചക്കൊക്കെ വന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാതിരിക്കണ മോശമല്ലേ. അപ്പോൾ ഞാനിതാ ഐസ്ക്രീം കഴിക്കുകയാണ്. അതുപോലെ ശേഷമോള് മാംഗോ ബാറും, പിന്നെ അയൂസിന് എവിടെ പോയാലും ചോക്കോ ബാറിന് കേട്ടോ. അവൾക്ക് വേറെ എന്ത് വാങ്ങിക്കൊടുത്താലും ചോക്കോ ബാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ. രാത്രി ആവണതിന് മുമ്പ് വീട്ടിലെത്തണം എന്നായിരുന്നു ഉപ്പാടെ പ്ലാൻ. പക്ഷേ നമ്മൾ വീട്ടിലെത്തുമ്പോൾ 7:30 ആയി ഉണ്ടായിരുന്നു കേട്ടോ. 8 മണി ആയിട്ടില്ല, ഒരു 7:30 ആവും. അത് എന്താണെന്ന് വെച്ചാൽ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വണ്ടി വളരെ പതുക്കാണ് കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. സാധനങ്ങൾ മീൻസ് കഴിക്കണതാണ് കേട്ടോ. ഈ ജിലേബി, ലഡു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നുറുക്ക് പോലത്തെ സാധനം, അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ വാങ്ങണിടയിൽ ഇതാ ഷെയറ എന്തോ അവിടുന്ന് വണ്ടിയിലിരുന്ന് കണ്ടപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ഒന്നും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിലാണ് ഒരു കാഴ്ച ഉണ്ടായിരുന്നത്. ഇതൊട്ടും പ്രതീക്ഷിക്കാതെ വന്നതായിരുന്നു കേട്ടോ.
ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയപ്പോഴാണ് കേട്ടോ ഈ കാഴ്ച നമ്മൾ സൈഡിൽ കൂടെ പോയത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണേണ്ട അവസ്ഥ ഒന്നും വന്നില്ല. ഞാൻ വണ്ടി ഇരുന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഹലുവ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കഷ്ണം കൊണ്ട് തന്നത്. ഹലുവ വാങ്ങാനായിട്ട് കറുത്തലുവാണ് കേട്ടോ. അങ്ങനെ ഞാനും ശേഷമോളും കൂടിയിട്ട് ഇതാ കഴിക്കുകയാണ്. പിന്നെ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം അവിടെ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അതെന്താ സംഭവം എന്ന് എന്നോട് ഷെയർ ചോദിച്ചപ്പോൾ അതെന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ പോയപ്പോൾ വേറൊരു കാഴ്ച നമ്മൾ മുന്നിലുണ്ടായിരുന്നു കേട്ടോ. ഈ ഒട്ടകത്തിൻ്റെ ബാക്ക് ദൂരം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ചെറിയ ആന ആയിരിക്കും എന്നാണ് കേട്ടോ. പക്ഷേ ആനയല്ല, ഒട്ടകമായിരുന്നു. സാധാരണ നമ്മൾ നേർച്ചയ്ക്ക് എവിടെ നോക്കിയാലും ആനയായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ ആനകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, 2 ആനനെ നമ്മൾ കണ്ടുള്ളൂ. ചിലപ്പോൾ ലേറ്റായിട്ട് സംഭവം വന്നിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ വീട്ടിൽ പോയതുകൊണ്ടായിരിക്കാം ഇതൊന്നും കാണാത്തത്. കഴിഞ്ഞ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളെ വണ്ടിയിലേക്ക് പടക്കം പൊട്ടിക്കുന്ന ഇടയിൽ ഒരു ചെറിയൊരു തീപ്പൊരി വന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഐഷുവിൻ്റെ ഫ്രോക്കിൻ്റെ ഒരു ചെറിയ ഭാഗം പൊള്ളിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ കയ്യുമ്മലും ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അടയാളമൊന്നും വന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ശേഷം മോളുടെയും കുറച്ച് ഷോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ ബൈ ബൈ സീ യു.